ഇപ്പോൾ പാങ്ങ് GLP സ്കൂളിന് സമീപത്ത് തന്നെയാണ്, അതിന് മുൻവശത്ത് തന്നെയുണ്ട് എൻ്റെ കൂടെ ഇപ്പോൾ ഈ പാങ്ങ് GLP സ്കൂളിലെ ജീവനക്കാരൻ, അധ്യാപകേതര ജീവനക്കാരൻ കൂടിയായ ശ്രീ ഗോപാലൻ നമ്മളൊപ്പമുണ്ട്. അദ്ദേഹം തന്നെ ഈ പോയ യാത്രയുടെ കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം തന്നെ സൂചിപ്പിക്കും. എന്താണ് ഇവരുടെ യാത്ര എങ്ങനെയായിരുന്നു എന്ന് അറിയായിരുന്നു? നിങ്ങൾ ഈ യാത്രയിൽ പോകേണ്ടതുണ്ടായിരുന്നു? ഞാൻ ഈ യാത്രയിൽ പോകേണ്ട ആൾ തന്നെയായിരുന്നു. പക്ഷേ എനിക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ട് ഞാൻ പോയില്ല എന്ന് മാത്രമേ എന്നെ ക്ഷണിച്ചിരുന്നു. അപ്പം ഞാൻ ഇല്ല എന്ന് പറഞ്ഞതാണ്. ഞാൻ ഉണ്ടാവില്ല, സാറുമാർ പോയിട്ട് വരും എന്ന് പറഞ്ഞതാണ്. എത്ര പേരാണ് ഇവിടുന്ന് യാത്ര പോയിരുന്നത്? യാത്ര പോയത് ഇപ്പം ഇതിൽ നോക്കന്നെ വേണം. പക്ഷേ ഇത് ജീവനക്കാർ ഇവിടുത്തെ സ്കൂൾ അധ്യാപകർ എത്ര പേര്? അതിനെ ഞാൻ പറയട്ടെ, നോക്കട്ടെ. കുറേ ആൾക്കാർ പോയിട്ടുണ്ട്. അപ്പം ആരൊക്കെയാണ് എന്നൊക്കെ. എത്ര ജീവനക്കാരെ സ്കൂളിലുള്ള? ഞങ്ങൾ ജീവനക്കാർ 1, 2, 3, 4, 5, 6 ജീവനക്കാരാണ് ഞങ്ങളുള്ളത്. ആകെ 6 ജീവനക്കാരാ സ്കൂളിലുള്ള? 6 ജീവനക്കാർ, 2 പ്രൈമറി ടീച്ചർമാരുണ്ട്. അവർ പിന്നെ പെർമനൻ്റ് അല്ല, LKG UKGയിലെ ടീച്ചർമാരാണ്, അത്രേ ഉള്ളൂ. പിന്നെ ഷാജി കഞ്ഞി വയ്ക്കുന്നതാണ് കുട്ടി. അതായത് കുക്ക് ഈ സ്കൂളിൽ കഞ്ഞി വയ്ക്കുന്ന കുക്കുണ്ട്. ഒപ്പം തന്നെ മറ്റേ അധ്യാപകർ എത്ര പേരാണ്? അധ്യാപകർ 1, 2, 3, 4, 5 പേര്. 5 അധ്യാപകർ, ഞാൻ ഉൾപ്പെടെ 6 പേര്. ഞാൻ PTCM ആണ്, പാർട്ട് ടൈം കണ്ടിന്യൂ ജീവനക്കാരൻ. ബാക്കിയുള്ളവർ ആരൊക്കെയാണ് കൂടെ പോയിട്ടുള്ളത്? അപ്പോൾ ബാക്കി ഒരു ടീച്ചർ മോൻ പോയിട്ടുണ്ട്. പിന്നെ ഷാജി കഞ്ഞി വയ്ക്കുന്നതിൻ്റെ അവരുടെ ഒരു മകനും പോയിട്ടുണ്ട്. ഇവർ യാത്ര എങ്ങനെ വന്നപ്പോൾ അറിഞ്ഞ വിവരമാണ്, എനിക്കറിയില്ല പോയില്ല എന്നുള്ള വിവരം. വന്നപ്പോൾ അവരും പോയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഇവർ യാത്ര സ്ഥിരമായി ഇങ്ങനെ പോകുന്നു? ഇല്ല, സ്ഥിരമായിട്ട് പോയില്ല. സ്കൂളിൽ നിന്ന് ഞങ്ങൾ കുട്ടികളും കൂടെ കൊണ്ടുപോകുന്നതല്ലേ. അപ്പം ഞങ്ങളൊക്കെ എല്ലാവരും പോകലുണ്ട്, ഞാനും പോകലുണ്ടല്ലോ. അവധിക്കാലമായതുകൊണ്ട് പോയത്? അവധിക്കാലമായതുകൊണ്ട് അവധിക്കാലത്തിന് ഞങ്ങൾ അതിരപ്പള്ളിക്ക് അതതിൻ്റെ മുന്നേ പോയത്. ഞങ്ങൾ ഊട്ടിക്ക് ഇതിന് മുന്നേ പോയിരുന്നു. ഞങ്ങൾ പോയി പോകുന്നതാണ്. അപ്പോൾ ഇപ്പം ഈ വെക്കേഷൻ ആയതുകൊണ്ട് നമുക്കൊന്ന് പോകുമെന്ന് പറഞ്ഞിരുന്നവർ, HM പറഞ്ഞിരുന്നു പോകാമെന്ന്. അപ്പം ഞങ്ങൾ പോയിട്ട് വരും. ഞാനില്ല ടീച്ചർ, എനിക്ക് വേറെ സംഗതി ബുദ്ധിമുട്ടുകളുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പോരാത്തത്. പിന്നെ പോവാം, പിന്നെ എപ്പോഴും പോകുമ്പോൾ പോകാമെന്ന് പറഞ്ഞു. എനിക്ക് അധ്യാപകരെല്ലാവരും ഈ നാട്ടുകാർ തന്നെയാണ്? അധ്യാപകർ നാട്ടിലുള്ള HM ആശ ടീച്ചർ എന്ന് പറഞ്ഞ ടീച്ചറുണ്ട്. അവർ രണ്ടുപേരും ലാമന്തോൾ, കുളത്തൂർ ഭാഗത്ത ഒരു ടീച്ചർ, ലാമന്തോൾ ഭാഗത്താണ് ഒരു ടീച്ചർ. അതായത് പാലൂർ, ലാമന്തോളിൻ്റെ അടുത്ത് പാലൂർ HM. ഇവരിങ്ങനെ യാത്ര നേരത്തെ പ്ലാൻ ചെയ്ത് തന്നെയായിരുന്നു? നേരത്തെ ഈ സ്കൂൾ അടയ്ക്കുന്നതിന് മുന്നേ ഞങ്ങളോടൊക്കെ പറഞ്ഞു, നമുക്ക് ഇങ്ങനെ പോവില്ല എന്നൊക്കെ എല്ലാവരും സമ്മതം ഉണ്ടെങ്കിൽ, എല്ലാവരും ഉണ്ടെങ്കിൽ പോകാമെന്ന് പറഞ്ഞിരുന്നു അവർ. അങ്ങനെ അപ്പോൾ പറയാമെന്ന് പറഞ്ഞു. പിന്നീട് പറയാമെന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ഡേറ്റൊക്കെ തീരുമാനിച്ച് ചോദിച്ചത്. പ്രൈമറി സ്കൂൾ അധ്യാപകർ ഉൾപ്പെടെ, ഈ പെർമനന്റ് അല്ലാത്ത സ്കൂൾ അധ്യാപകർ ഉൾപ്പെടെ എത്ര പേരാണ് സ്കൂളിൽ ഉള്ളത്? 6 അവരെ കൂടാതെ. ഇവിടെ നിലവിൽ സ്കൂളിൽ എത്ര ജീവനക്കാരുണ്ട്? ജീവനക്കാരിപ്പോൾ 6, 2, 8, 9 പേരുണ്ടാവും. അതെ, ഹസന് നോക്കട്ടെ കേട്ടോ, ഒന്ന് സോറി കേട്ടോ, കൃത്യമായിട്ട് പറയാൻ ഞാൻ എനിക്കും ബുദ്ധിമുട്ടല്ലേ. 1 ഇത് കഞ്ഞി വയ്ക്കുന്ന കുട്ടി, അത് കൂട്ടണ്ടല്ലോ. കഞ്ഞി വയ്ക്കുന്ന കൂട്ടണോ? കൂട്ടണോ? ജീവനക്കാരനെയാണ്. ഗവൺമെൻറ് അംഗീകരിച്ചല്ലോ കുക്കർമാരെ, ഗവൺമെൻറ് അംഗീകരിച്ചല്ലോ. പിന്നെ 2 പ്രൈമറി ടീച്ചർമാരുണ്ടല്ലോ, LKG UKG, അവരും പെർമനന്റ് സ്റ്റാഫ്. 1, 2, 3, 4, 5, 6 പേര്. 7 പേര്. നിങ്ങൾ ഉൾപ്പെടെ 7 പേരാണോ സ്കൂളുള്ളത്? അതിൽ 6 പേരും ഇപ്പൊ മരിച്ചു പോയിട്ടില്ല. ഹസന ടീച്ചർ പറഞ്ഞ ടീച്ചർ പോയിട്ടില്ല. അതിന് അതിന് പോകേണ്ട ഒരു കാര്യം ഉണ്ട് തോന്നുന്നു, അതുകൊണ്ടാണ് തോന്നുന്നത്. അവർ പോയിട്ടില്ല. നിങ്ങൾ 2 പേരാണ് യാത്ര പോകാത്തത്? ഞങ്ങൾ 2 പേരെ യാത്ര. അപ്പോൾ 8 പേരിൽ 6 പേര് യാത്ര ചെയ്തു. അവരെ 2 കുട്ടികളും. അതുരനാരുണ്യ അവർ പറയുന്നത് വളരെ ദുഃഖകരമായ അവസ്ഥ തന്നെയാണ്. അവർ അതേക്കുറിച്ച് വിശദീകരിക്കുന്നു. 6 പേരാണ് ആ സ്കൂളിലെ 2 ജീവനക്കാർ ഒഴികെ എല്ലാവരും മരിച്ചു എന്നുള്ളതാണ് ഏറെ ദുഃഖകരമായ കാര്യം. 23 വർഷമായി ആ സ്കൂളിലെ അനധ്യാപകനായി ജോലി ചെയ്യുന്ന ആളുകൂടിയാണ് ശ്രീ ഗോപാലൻ. അദ്ദേഹമാണ് ആ വിവരങ്ങളെല്ലാം സൂചിപ്പിച്ചത്. എന്തായാലും ഇനിയും കൂടുതൽ വിവരങ്ങൾ ആശുപത്രിയിൽ നിന്നുള്ളതും ലഭ്യമാകേണ്ടതുണ്ട്. ഇപ്പോൾ 10 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. അതിൽ 3 പേർ ഇപ്പോഴും ചികിത്സയിൽ തന്നെയാണ് ഉള്ളത്. അവരുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും അതീവ ഗുരുതരം, ഒരു നാടിനെ ആകെ നടുക്കിയ, കേരളത്തെ ആകെ നടുക്കിയ ആ ദുരന്തം ഈ പാങ്ങ് എന്നൊരു ചെറിയ ഒരു ഗ്രാമത്തിലാണ് സംഭവിച്ചിരിക്കുന്നത്. ഗ്രാമത്തിലെ ഈ ഗ്രാമവാസികളാണ് അപകടത്തിൽ പെടുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും അതീവ ദാരുണമായ ഒരു ദുരന്തത്തിനാണ് ഇപ്പോൾ ഈ ചെറിയ ഒരു നാട് സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. അരുണ്യ, ഇതാണ് വാൽപ്പാറ വാഹന അപകടത്തിൽ 10 പേരുടെ ജീവനാണ് നഷ്ടമായിരിക്കുന്നത്.